ഇപ്പോൾ അൺഡോക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്നൊരു കൺഫർമേഷൻ ഇപ്പോൾ വരുന്നുണ്ട്. അൺഡോക്കിംഗ് സംഭവിച്ച ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. അത് അല്പസമയത്തിനകം ആക്സിയം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ മോണിറ്ററിംഗ് സെന്ററിൽ, കൺട്രോൾ സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവർ അതിനെ കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യുന്നു. അൺഡോക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഗോപി, പ്രജിൻ, മടക്കയാത്രയിലെ ഏറ്റവും സുപ്രധാനമായ ആദ്യ ഘട്ടം പൂർത്തിയാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ എത്താനുള്ള ഡ്രാഗൺ പേടകം ആ നിലയത്തിൽ നിന്ന് വിഘടിക്കുന്ന, അതിൽ നിന്ന് ബന്ധം വേർപെടുത്തുന്ന പ്രധാനപ്പെട്ട ഘട്ടം, അല്ലെങ്കിൽ ഈ തിരിച്ചുള്ള യാത്രയുടെ ആദ്യഘട്ടം എന്ന് നമുക്ക് പറയാം. ആ അൺഡോക്കിംഗ് പൂർത്തിയാവുകയാണ്. ഇനി ഈ ബഹിരാകാശ യാത്രികർ അടങ്ങുന്ന പേടകം തിരിച്ച് ഭൂമി ലക്ഷ്യമാക്കിയുള്ളതിന്റെ യാത്ര ആരംഭിക്കുന്നു. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂമിയെ നിരവധി തവണ വലം വയ്ക്കുന്ന ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് ഈ യാത്രികർ ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഒരു ദിവസം തന്നെ 16 സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും കാണാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ ബഹിരാകാശ യാത്രികർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ തിരികെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഭൂമിയെ നിരവധി തവണ വലം വച്ച ശേഷം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും അവരുടെ മടക്കയാത്ര നടക്കുക.